എല്ലാവർക്കും ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് ടെർമിനോളജീസാണ്, ബിസിനസ്സിനകത്ത് വരുന്ന രണ്ട് ടെർമിനോളജീസാണ്. ഒന്ന് ബ്രാൻഡിങ്ങും മറ്റൊന്ന് മാർക്കറ്റിങ്ങും. ഇവ രണ്ടും പരസ്പരം ഒന്ന് എന്ന രീതിയിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മാർക്കറ്റിങ്ങും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് പോലെ തന്നെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും പരസ്പരം ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ടെർമിനോളജീസാണ്. അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇത് പലർക്കും കൃത്യമായിട്ട് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡിങ് എന്ന് പറയുന്ന കാര്യം പലരും ചെയ്യുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നു. ഈ ബ്രാൻഡിങ് ആണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ട്, മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾ ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, വലിയ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളൊരു ലോക്കൽ ബ്രാൻഡ് ആയിക്കോട്ടെ, ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡെഫിനറ്റ്ലി മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ കൂടെ ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, നമസ്കാരം. നമസ്കാരം. ജീവൻ, വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബ്രാൻഡിങ്, എന്താണ് മാർക്കറ്റിംഗ്? നമുക്ക് വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ബ്രാൻഡിങ് ഈസ് ഹൂ യു ആർ, നമ്മൾ ആരാണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി എന്താണ് എന്നുള്ളതാണ് ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു, ഇതിനെ മറ്റുള്ളവരിൽ അവയർനെസ് ഉണ്ടാക്കുന്നതിന് നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എന്താണോ ബ്രാൻഡ് ചെയ്യുന്നത് അതിനെ മറ്റുള്ളവരിൽ എത്തിക്കുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്രാൻഡിങ് പ്രൈമറി സ്റ്റേജിൽ ചെയ്യേണ്ട ഒരു സാധനം, അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെ മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഈ എന്താണ് നമ്മൾ, അല്ലെങ്കിൽ ആരാണ് നമ്മൾ, അതാണ് ബ്രാൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് കുറച്ചുകൂടി നമ്മൾ എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും? ഇതിനകത്ത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ, ഈ ബ്രാൻഡിങ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഈ ബ്രാൻഡിങ് എന്ന ടേം തന്നെ എല്ലാവരും മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ അടുത്ത് പോയി അവർ പറയും അതാണ് ബ്രാൻഡിങ്, വെബ് ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് പോയി അതാണ് ബ്രാൻഡിങ് എന്ന് പറയും. അപ്പം വളരെ കൺഫ്യൂസിങ് ആണ് ഈ സാധനം. അപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മളെ ഉള്ളിൽ തോന്നുന്നൊരു ഗട്ട് ഫീലിംഗ് ആണ് ബ്രാൻഡ് എന്ന് പറയുന്നത്, ആ ഒരു ഫീലിംഗിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം ബ്രാൻഡിങ്ങിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ലോഗോയോ അതിൻ്റെ ഗ്രാഫിക് ഡിസൈൻസോ ഐഡന്റിറ്റിയോ മാത്രമല്ല, അതിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ കോർ പ്രിൻസിപ്പിൾസും വാല്യൂസും എന്തൊക്കെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നമ്മുടെ ബ്രാൻഡിന്റെ കോർ പ്രിൻസിപ്പിൾസും വാല്യൂസും എന്താണ്, നമ്മുടെ ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി എന്താണ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് കസ്റ്റമർ ഇന്ററാക്ട് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ സ്ട്രാറ്റജീസ് എങ്ങനെ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നമ്മുടെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമാണ്. റൈറ്റ്. ഞാനൊരു ഉദാഹരണം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ കാണുന്ന പ്രേക്ഷകർ, ഞാൻ ഒരു ടേം പറയാം, ഓക്കെ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കുക, ഒന്ന് എഴുതി വയ്ക്കാൻ കഴിയുകയാണെങ്കിൽ എഴുതി വയ്ക്കുക. ബൂസ്റ്റ്. ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, മനസ്സൊന്ന് ചിന്തിച്ച് നോക്കി എന്തെല്ലാം എലമെൻറ്റ്സാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത്. ജീവന്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും ബൂസ്റ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് വരുന്നത്? ബൂസ്റ്റ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് അതിന്റെ റെഡ് കളർ തന്നെയാണ് എനിക്ക്. ആയിക്കോട്ടെ, റെഡ് കളർ. ദെൻ നമ്മുടെ പിന്നെ ഓഫ് കോഴ്സ് ആസ് ആൻ ഇന്ത്യൻ ബൂസ്റ്റ് ഈസ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി. ബൂസ്റ്റ് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്ന ആ ഒരു ക്യാപ്ഷൻ വരുന്നുണ്ട്. ദെൻ ഒപ്പം നമ്മൾ ചെറുപ്പം തൊട്ട് സച്ചിനെയാണ് നമ്മൾ അവിടെ സച്ചിനെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നീട് നമുക്ക് ധോണിയും വിരാട് കോഹ്ലിയൊക്കെ വന്നു, കോഹ്ലി അവരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ എനിക്ക് തോന്നുന്നത് അതിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് തോന്നുന്നു, ടേസ്റ്റ് മനസ്സിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അതെ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ആഡിലൊക്കെ ഒരു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആയിരിക്കും. ഡാർക്ക് ദാറ്റ് മീൻസ് കുറച്ചൊരു എനർജി കൈൻഡ് ഓഫ് രീതിയിൽ ഒരു സ്പോർട്ടിയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും, റൈറ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലേക്ക് വന്നത്. ഇനി അത് മറന്നേക്കുക. ഞാൻ അടുത്തൊരു ബ്രാൻഡ് നെയിം പറയാം, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വരുന്നതെന്ന് പറയാം. ഹോർലിക്സ്, റൈറ്റ്? ഹോർലിക്സ് ഒന്നിന് വീഡിയോ പോസ്റ്റ് ചെയ്യുക ആൻഡ് ചിന്തിച്ച് നോക്കി എന്തെല്ലാമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത്. എഗെയിൻ ജീവൻ, ഹോർലിക്സ് എന്ന് കേൾക്കുന്ന സമയത്ത് ജീവൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? മമ്മിയോട് പറ, കോംപ്ലൈൻ ആണത്. ഹോർലിക്സ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് അതിന്റെ ആ ഒരു കുറച്ചും കൂടി ഒരു മദറിഷ് ആയിട്ടുള്ളൊരു ഫീലാണ്, നമുക്ക് ഒരു മദർലി ഫീൽ വരുന്നുണ്ട്. ഓക്കെ, അതെ. പിന്നെ അതിന്റെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നുണ്ട് കളർ. ഓക്കെ, പിന്നെ എനിക്ക് തോന്നിയത് ഈ ഹോർലിക്സിനോട് പണ്ട് കുറെ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമായിരുന്നു.
കുറെ ഫ്രീ സാധനങ്ങൾ ഹോർലിക്സിനോടൊപ്പം പണ്ട് കിട്ടുമായിരുന്നു. അതവരെ ഒരു ബ്രാൻഡിങ്ങിന്റെ ഭാഗം തോന്നുന്നു. ഓക്കെ ഓക്കെ. ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ പാക്കിങ് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഏത് ഇതെടുത്താലും അതിനകത്ത് നമ്മളിത് ബോട്ടിൽ തുറക്കുമ്പോൾ അതിന്റെ നമ്മൾ ആദ്യമായിട്ട് ഈ ലേബലൊക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് സീൽഡ് ആയിട്ടുള്ള അതൊക്കെയാണ്. അത് ഇതായിരുന്നു. ഓക്കെ. പണ്ട് നമുക്ക് പ്രധാനമായിട്ട് ഓർമ്മയുള്ള കുറെ സാധനങ്ങളാണ്. ഓക്കെ, ചെറിയ എലമെന്റ്സ്. ഓക്കെ, അങ്ങനെ ചെറിയ എലമെന്റ്സ് ആണ് അത്. ഓഫ് കോഴ്സ് അന്നത്തെ കാലത്ത് അത് വലിയൊരു കാര്യമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിന്റെ കളർ, ഗോതമ്പിന്റെ കളർ ഓർമ്മ വരുന്നുണ്ട്. ഗോതമ്പ് ഒരുപക്ഷെ ഓർമ്മ വരുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മദേർലി ഫീല്, കുട്ടികൾ, ഇതൊക്കെയാണ് കൂടുതൽ ഓർമ്മ വരുന്നത്. ലവ്, കെയർ, ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഓർക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് കുറച്ചുകൂടെ എനർജി, സ്പോർട്ടി ആയിട്ടുള്ളത്. സച്ചിൻ ടെണ്ടുൽക്കർ എനർജി ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് കാണുന്നവരുടെ എണ്ണം വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ബ്രാൻഡ് അംബാസിഡറായിട്ട് സച്ചിനെയും ധോണിയും എല്ലാം വെച്ചിട്ടുള്ളത്. കാരണം ഈ അവരെ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാവർക്കും അവരെ അറിയാം, അതുകൊണ്ടാണ് അവരെ വെച്ചത്. അതിൻ്റെ അത്രത്തോളം ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പോർട്ട് കൂടിയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ബ്രാൻഡ് അംബാസിഡർ അവരെ വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടും എനർജി ഡ്രിങ്ക്സ് ആണ്, നമ്മൾ പാലിനോടൊപ്പം കലക്കി കുടിക്കുന്ന സാധനമാണ്. പക്ഷേ രണ്ടും അവരെ അവതരിപ്പിച്ചിട്ടുള്ള രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ബൂസ്റ്റ് എന്ന് ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കുറേ ഫീലിങ്സ് വരുന്നുണ്ട്. ഹോർലിക്സ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കുറേ ഫീലിങ്സ് വരുന്നുണ്ട്. ഈ ഫീലിങ്സിനെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ജീവൻ മുമ്പ് സൂചിപ്പിച്ച ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. റൈറ്റ്? ഇത് അവർ ആക്സിഡൻ്റലി കൊണ്ടുവന്നതല്ല. ഇതെല്ലാം അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് ഈ സച്ചിനെ കൊണ്ടും കോഹ്ലിയെ കൊണ്ടും എല്ലാം ഇത്തരത്തിലുള്ള പരസ്യത്തിൽ അഭിനയിപ്പിച്ച് മാർക്കറ്റിങ്ങിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുമല്ലോ. ഇതെന്താണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്? സ്പോർട്ടി ഫീലിംഗ് ആണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. എന്ത് കളറാണ് അതിനകത്ത് ജനങ്ങൾ കൂടുതൽ കാണേണ്ടത്, എന്ത് കളറാണ് ഓർക്കേണ്ടത്? അത് ഡെഫിനറ്റ്ലി റെഡ് കളറാണ്. ആൻഡ് ഓൾസോ ഈ ബൂസ്റ്റിൻ്റെ കളർ എന്താ, മീൻസ് കലക്കുന്ന സമയത്ത് അതിൻ്റെ കളർ എന്തായിരിക്കണം, ഇതെല്ലാം ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഈ ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഡിസൈഡ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് ബ്രാൻഡ് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഫൗണ്ടേഷൻ ബിൽഡിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ചില ബിസിനസ്സുകൾ, പുതുതായിട്ട് വരുന്ന പല ബിസിനസ്സുകളും ചെറിയ രീതിയിൽ ആരംഭിക്കുന്നതായിക്കോട്ടെ, അത്യാവശ്യം ഈവൻ നമ്മൾ നീര എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അറിയാലോ ജീവൻ, 2014 നമ്മുടെ 50,000 കോടി രൂപ വർഷം ടേൺ ഓവർ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഏകദേശം 103 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. ഇന്ന് എവിടെ, അതിൻ്റെ അവസ്ഥ എന്താണ്? നീരയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതിൻ്റെ ലോഗോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കളർ പച്ച കളർ, ഓക്കെ, അതല്ലാതെ വേറെ എന്താണ് ഓർമ്മയുള്ളത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ചെയ്തില്ല, ഈ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തില്ല. നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് നീരയുടെ പരാജയത്തിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ കൂടുതലായിട്ട് പറയാം. അപ്പം ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മനസ്സിലായല്ലോ. ദിസ് ഇസ് വാട്ട് വി കാൾഡ് ബ്രാൻഡ് ഫൗണ്ടേഷൻ ബിൽഡിങ്. ഇനി ജീവൻ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർ വാല്യൂസ് നമ്മൾ ഉണ്ടാക്കണം, കൾച്ചർ ഉണ്ടാക്കണം. ഈ കോർ വാല്യൂ, കൾച്ചർ, ഈ സാധനത്തിനെല്ലാം കണക്ട് ചെയ്തിട്ടല്ലേ നമ്മൾ കളേഴ്സിലേക്കും ഒപ്പം തന്നെ ഇതിൻ്റെ ലോഗോസിലെല്ലാം എൻ്റർ ചെയ്യേണ്ടത്. പലരും ചെയ്യുന്നത് നേരത്തെ തന്നെ ലോഗോ അങ്ങ് ചെയ്യും, നേരത്തെ തന്നെ അതിൻ്റെ പാക്കിംഗ് അങ്ങ് ചെയ്ത് വയ്ക്കും, നേരത്തെ തന്നെ അങ്ങ് പേരങ്ങ് ഡിസൈഡ് ചെയ്ത് വയ്ക്കും. ഇത് എത്രത്തോളം ശരിയായിട്ടുള്ളൊരു കാര്യമാണ്? ഇതിനകത്ത് ഞാൻ ഒരിക്കലും ഈ ബ്രാൻഡ് ചെയ്യുന്ന ഏജൻസികളെ കുറ്റം പറയില്ല. കാര്യം എന്താ അറിയോ, ഈ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് വന്നിട്ട് പറയും എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ സാധനം വേണം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയാം നമ്മളത് 2 months ഒക്കെ എടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. കാര്യം നമുക്ക് ഈ കമ്പനിയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യണം, അതനുസരിച്ച് ഒരു ടീം ഡെവലപ്പ് ചെയ്യണം, അതനുസരിച്ചൊരു നെയിമിലേക്ക് എത്തണം, അതനുസരിച്ചൊരു ആ ഒരു പ്രോസസ്സ് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. പക്ഷെ പല ക്ലയൻസും ഞങ്ങൾക്ക് അത് പറ്റില്ല, ഞങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് ഇപ്പൊ ലോഗോ മതി തൽക്കാലം. ഈ ഒരു സംഭവം അങ്ങനെ ചെയ്യുന്നത് ഇത് മോശമാണെന്ന് പറയുന്നില്ല, പക്ഷെ അത് വലിയ എഫക്റ്റീവ് അല്ല. കാരണം ഈ ബ്രാൻഡ് ചെയ്യാന്നുള്ള ഒരു ടേം പിന്നെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടേം അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. കാര്യം ഈ വിഷ്വൽ ഐഡന്റിറ്റി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം തന്നെയാണ്. പക്ഷെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റ് പല കാര്യം, ഇതിൻ്റെ ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി, ഞാൻ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മിഷൻ സ്റ്റേറ്റ്മെന്റ് തൊട്ട്, കാര്യം മിഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോഴും പ്രശ്നം ഇത് ഒറിജിനൽ ആയിരിക്കണം. ഈ എന്റർപ്രണറിന് ആ ഒരു മിഷനും മനസ്സിൽ ഉണ്ടായിരിക്കണം. അതില്ലാണ്ട് ഇത് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അത് പലപ്പോഴും എന്റർപ്രണറിന് അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല.
ഇദ്ദേഹത്തിന്റെ ഒരു മിഷൻ ഇതായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അസസ് ചെയ്തുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു ലോങ് ടേമിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ്, നമ്മുടെ ബ്രാൻഡിനെ യുണീക്ക് ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരൊക്കെയാണ്, നമ്മുടെ കമ്പനി കൾച്ചർ, നമ്മുടെ സെൻസ് ഓഫ് സ്റ്റൈൽ, പ്രൊഫഷണൽ സെൻസ് ഓഫ് സ്റ്റൈല്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു തുടങ്ങി ഈ ബിസിനസ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആൾക്കാർ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കണം, ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പറ്റുന്നൊരു പ്രശ്നം, അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചില ബ്രാൻഡുകൾ എടുത്തു നോക്കാം, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇല്ലാത്ത ചില ബ്രാൻഡുകൾ എടുത്തു നോക്കിയാൽ നമ്മുടെ മനസ്സിലേക്ക് ആ നെയിം പറയുമ്പോൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആ നെയിം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡന്റിറ്റിയും വരുന്നില്ല. എസ്പെഷ്യലി ഇപ്പം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് FMCG മേഖലയിലുള്ള ഈ മസാല പൗഡേഴ്സ് ഒക്കെ ഉള്ള പ്രൊഡക്ട്സുകൾ. എന്തെങ്കിലും ഓർമ്മ ചിന്തിച്ചു നോക്കുക, നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല. അതിനുള്ള റീസൺ ഇതാണ്. പക്ഷെ നമ്മുടെ ആന്റർപ്രണേഴ്സിന്, കേരളത്തിലെ ആന്റർപ്രണേഴ്സിന് ഈ ഒരു ക്ഷമ എന്ന് പറയുന്ന സാധനം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് കാര്യങ്ങൾ വേണം, ഒട്ടും ക്ഷമിക്കാൻ റെഡിയല്ല. അതിൻ്റെ ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ ഏജൻസികൾക്ക് അത് ചെയ്യാനുള്ളൊരു ടൈം അവർ കൊടുക്കില്ല. മാത്രമല്ല ജീവൻ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ദിവസം മുതൽ ലാഭം ഉണ്ടാക്കിയിട്ട് ആ ലാഭം വെച്ചുകൊണ്ട് ബിസിനസ് റൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും ഉള്ളത്. ഷോർട്ട് ടേമിൽ ഓക്കെ, നിങ്ങൾ കുറച്ച് കാലം ഓടാൻ കഴിയും, പക്ഷേ ലോങ് ടേമിലൊന്നും അതൊരിക്കലും മുന്നോട്ടേക്ക് പോകത്തില്ല. അതായത് മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയേണ്ടത്, ജീവൻ, ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനം ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൂട്ടി തൽക്കാലം ഒപ്പിച്ചിട്ട് കുറേ മാർക്കറ്റിംഗ് അങ്ങ് ചെയ്ത് കൂട്ടും. പിന്നീടാണ് മനസ്സിലാകുന്നത് നമ്മുടെ ബ്രാൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ലെവൽ കൃത്യമായിട്ട് ബിൽഡ് ചെയ്തിട്ടില്ല. പിന്നീട് ബിൽഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഗുഡ് വിൽ എല്ലാം നമുക്ക് നഷ്ടമാകും. അപ്പം എന്താണ് ഈ ബ്രാൻഡിങ് ഫിക്സഡ് ആണ്, മാർക്കറ്റിംഗ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാനായിട്ടുള്ള കാരണം? ഇതിനകത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂളാണ്, നമ്മളെ ഈ സംഭവത്തെ ഡെലിവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത്, മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ദ ടൂൾ യു യൂട്ടിലൈസ് ടു ഡെലിവർ ദ മെസ്സേജ് ഓഫ് യുവർ ബ്രാൻഡ് എന്നാണ് ഇതിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരുന്നത്. പലപ്പോഴും ആൾക്കാർ ആ രീതിയിലല്ല അത് ഉപയോഗിക്കുന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങളും ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുക, ഒരു വൈറ്റ് ബോർഡർ ഉണ്ടാവും, അതിൻ്റെ താഴെ ഇങ്ങനെ കുറച്ച് കയറിയിട്ടൊരു സാധനം, അവിടെ ഒരു കമ്പനിയുടെ നെയിമോ അങ്ങനെ എന്തെങ്കിലും വരും. അത്തരത്തിലൊരു ടെംപ്ലേറ്റ്, ഇപ്പുറത്തെ സൈഡിൽ ഒരാളെ ഫോട്ടോ. ഇത് ഏത് ബ്രാൻഡിൻ്റെ എടുത്താലും ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പോസ്റ്റർ ഡിസൈൻ, കാര്യം അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതായി അവരെല്ലാം ഒരു ടെംപ്ലേറ്റ് എടുത്ത് തന്നെ ചെയ്യും. അപ്പം നമ്മളെ ബ്രാൻഡിൻ്റെ ഒരു ടെംപ്ലേറ്റ്, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി മാർക്കായി മാറണമെങ്കിൽ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്താൽ പറ്റില്ല. നമ്മൾ വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന് പറഞ്ഞ കമ്പനി, നമ്മളെ ബൈജൂസ് ഓൺ ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഫേസ്ബുക്കാണ് ഓൺ ചെയ്യുന്നത്, ബൈജൂസ് ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം പേജോ എടുത്ത് നോക്കുക, അവർക്കൊരു ടെംപ്ലേറ്റ് ഉണ്ട്. അവരുടെ ആ ഒരു പോസ്റ്റർ നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ ആ കളറും ആ ഒരു പൊസിഷനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ഇവരുടെ പോസ്റ്ററാണ്. അപ്പോൾ അത്തരത്തിൽ ഏതൊരു നല്ല ബ്രാൻഡിനെ എടുത്ത് നോക്കി ആ അവരുടെ ഒരു ഇമോഷൻ ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ബ്രാൻഡിങ്ങിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള എലമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതില്ലാണ്ട് വരുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഈ മാർക്കറ്റിങ്ങിനകത്ത് കാണുന്നത്. അപ്പം നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഈ SEO, കോണ്ടന്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പേപ്പർ ക്ലിക്ക്, മൊബൈൽ മാർക്കറ്റിംഗ്, ടെലിവിഷൻ, റേഡിയോ, പ്രിന്റിംഗ് ക്യാമ്പയിൻസ്, ഇതൊക്കെ ഈ മാർക്കറ്റിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ഇതൊക്കെ ഓവർലാപ്പ് ചെയ്യും, പക്ഷേ മെയിൻലി നമുക്ക് പറയുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിങ്ങിനകത്ത് വരുന്നത്. പക്ഷെ ആൾക്കാരുടെ ഒരു ധാരണ ഈ മാർക്കറ്റിംഗ് ആണ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ട് പലരും അപ്രോച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമ്പോഴായിരിക്കും മനസ്സിലായി ഇവർക്ക് വേണ്ടത് മാർക്കറ്റിംഗ് അല്ല, ഇവർക്ക് വേണ്ടത് ബ്രാൻഡിങ് ആണ്. അതെ അതെ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഇഷ്യൂ ആണ്, മാറേണ്ടതുണ്ട്, പലരും മാറുന്നുണ്ട്. അതിന് പക്ഷേ മാറ്റം കൊണ്ടുവരേണ്ടത് ഡെഫിനറ്റ്ലി ബിസിനസ്സുകാർ തന്നെയാണ്, അല്ലാതെ മറ്റൊരാളല്ല, മറ്റൊരു ഏജൻസിയും അല്ല. നിങ്ങൾ തന്നെയാണ് കോർ ഡിസിഷൻ എടുക്കേണ്ടത് ഇതിനകത്ത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത്. ഇഫ് യു ആർ പ്ലാനിങ് ടു ബിൽഡ് എ ബ്രാൻഡ്, വെയിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ ആ സംഭവം ഉണ്ടാക്കത്തുള്ളൂ, ബ്രാൻഡിങ് ലെവലിൽ ചെയ്യുന്ന സാധനങ്ങൾ. അത് നിങ്ങൾ കാലാകാലങ്ങൾ കുറേ വർഷങ്ങളിലേക്ക് നിങ്ങളത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ അറിയാം, ക്രോമിൻ്റെ ലോഗോ ചെറിയ രീതിയിൽ നമുക്കത് റിഫ്ലക്റ്റ് പോലും ചെയ്യത്തില്ല. 2014 ശേഷം അവർ പിന്നീട് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം 8 വർഷത്തിന് ശേഷമാണ് അവർ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2 ഷാഡോ എടുത്ത് മാറ്റിയിട്ടുണ്ട്.
പക്ഷേ അത് കൊണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നത് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളത്, കാരണം അത് ചെറിയ മാറ്റമായിരിക്കാം, പക്ഷേ അവർ മണ്ടന്മാരല്ല. കാരണം ഇത് ഗൂഗിളിൻ്റെ പ്രോഡക്റ്റാണ്. അത്ര വലിയ മണ്ടത്തരം കാണിക്കാൻ തോന്നുന്നില്ല. ചെറിയൊരു ഇപ്പം നമ്മൾ പല ന്യൂസിലും അല്ലെങ്കിൽ പല ട്രോളിലും കാണുന്നത് പോലെ പറയുന്ന രീതിയിലൊരു തമാശ ആയിട്ട് കാണുന്നൊരു സാധനമൊന്നും അല്ല അത്. അതിനിടയിൽ കുറേ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളുണ്ട്. കാരണം iOS പ്ലാറ്റ്ഫോമിനും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിനെല്ലാം കോമ്പാക്റ്റബിൾ ആവുന്ന രീതിയിലാണ് അവർ ലോഗോ അതിനെ മാറ്റിയിട്ടുള്ളത്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് അടുത്തൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പം ഇതൊക്കെ സമയം എടുത്തുകൊണ്ട് ചെയ്യേണ്ട സാധനമാണ്. സമയം കൊടുക്കുക, സമയം കൊടുത്തുകൊണ്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ജീവൻ സൈനിങ് ഓഫ്. ബൈ.